ഈ കടിച്ചു പറിക്കുന്നത് കേവലം ഒരു കോഴിക്കാലല്ല, മറിച്ച് വേറെ പണി ഒപ്പിച്ചിട്ട് നിൽക്കണം ഇവിടെ. കഴിഞ്ഞ ദിവസം ബട്ടർ ബിയർ കുടിക്കാൻ പോയിട്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ നടുറോടെ ഇരുന്ന് കരഞ്ഞിട്ട് വീട്ടിൽ വന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു തുള്ളി ഉറക്കം ആ കണ്ണിന്റെ പരിസരത്തോടെ പോലും പോകുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേന്ന് തന്നെ കടയിൽ പോയി സാധനം വാങ്ങിച്ചതേ നമ്മൾ ബട്ടർ ബിയർ ഉണ്ടാക്കാൻ പോവാണ്. എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ബട്ടർ ബിയർ ഒന്ന് കുടിക്കണമെന്ന്. കടയിൽ പോയി കുടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അല്ലിപ്പോ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ട് എന്തുള്ളത്? ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കാം. വെറും 10 മിനിറ്റ് പോലും എനിക്ക് എടുത്തില്ല ഇതൊന്നും ഉണ്ടാക്കാനായിട്ട്. ഇത് ഇത്ര എളുപ്പമായിരുന്നു അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പണ്ടേക്ക് വണ്ടി ഉണ്ടാക്കി പോയേനെ. മാത്രല്ല ക്ലാസ്സും കിട്ടിയത് ഒരു വെയിലത്ത് നടന്നും ബസ്സും പിടിച്ച് ഒരു കാര്യമില്ല, അതോടെ പോവുകയും വേണ്ടായിരുന്നു. അല്ലിതിപ്പോ എന്താ സാധനം? കുറെ നേരമായാലും പെണ്ണുകാലത്ത് ബിയർ ബിയർ എന്ന് പറഞ്ഞിട്ട് ചിലക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഹാരി പോട്ടർ കണ്ടുള്ള എല്ലാവർക്കും ഇത് കത്തിട്ടുണ്ടാവും. അതിലുള്ള ആളുകൾ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ ബട്ടർ ബിയർ എന്ന് പറയുന്നത്. ബിയർ എന്ന പേര് മാത്രമേ ഉള്ളൂ, സംഭവം നോൺ ആൽക്കഹോളിക് ആണ്. പഞ്ചസാര, ബട്ടർ, ഫ്രഷ് ക്രീം, വനില എസൻസ്, പിന്നെ ക്രീം സോഡ, ഇത്രയും സാധനങ്ങളും അത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാമേ. അല്ല എന്നെ പോലെ ഹാരി പോട്ടർ പ്രാന്തൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാലോ. ആ ക്രീം സോഡ അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ പതിഞ്ഞു വരും. അത് കണ്ടിട്ട് എന്റെ മനസ്സ് കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു. കുടിക്കാനുള്ള ആക്രാന്തത്തിൽ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ സംഭവം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ തോന്നുമായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കടയിടുന്ന ചിന്തയാണല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത് നാട്ടിലൊരു കടയിട്ടാലോ.